ഞങ്ങളിപ്പോ ഇവിടെ ബുർദക്ക് വന്ന ഉദ്ദേശം എന്താണെന്നറിയോ? ഒന്ന് വൈറലായി കിട്ടണം. അതെ അല്ലേ? എല്ലാവരും ആഗ്രഹം അങ്ങനെയല്ലേ? ഞങ്ങളാഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഉള്ളിലൊന്നും പുറത്തേക്കൊന്നും നമ്മൾ പറയണ്ടല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാവണം. എല്ലാവരുടെ മുമ്പിലൊന്ന് വൈറലായി കിട്ടണം. കുറച്ച് ലൈക്കും ഫോളോവേഴ്സും ഒക്കെ കിട്ടണം. അതൊരു റാഹത്താണ്, അതൊരു സുഖമാണ്. ഈ ഉസ്താദ് എന്താ ഇങ്ങനെ തുറന്ന് പറയുന്നത് എന്ന് ആരും ചിന്തിക്കണ്ട. എന്റെ ലക്ഷ്യം അതാണ്, എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായി കിട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ വൈറലാക്കി തരട്ടെ. ഒന്ന് ആമീൻ പറയും. അല്ലാഹു വൈറലാക്കി തരട്ടെ. അപ്പൊ അങ്ങനെ വൈറലാകുമ്പോ വലിയ കാര്യം ഉണ്ടാവും. ഒരുപാട് പരിപാടികൾ കിട്ടും. അൽഹംദുലില്ലാഹ്. ഇത് മാത്രം കട്ട് ചെയ്തിട്ട് ഇടരുതിട്ടോ ഉസ്താദേ, ബാക്കിയുള്ളതും കൂടെ പിടിക്കണം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വൈറലാകലാണ് നമ്മുടെ ഒക്കെ ലക്ഷ്യം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും അതാണ്. കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. പാട്ട് പാടിയവനും വൈറല്, കണ്ടു നിന്നവളും വൈറല്, അവരെ ദുബായിലേക്ക് കൊണ്ടുപോകാൻ ആള്, ഗാനമേളക്ക് ക്ഷണിക്കാൻ ആള്. വൈറലിന്റെ ലോകാണ് ഇപ്പോ. അപ്പൊ നമ്മളെ ലക്ഷ്യം ഒന്ന് വൈറലാവുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലല്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണിൽ നമ്മളൊന്ന് വൈറലായി കിട്ടുമ്പോ അൽഹംദുലില്ലാഹ്, ഹബീബായ തങ്ങൾ നമുക്കൊരു ലൈക്കടിക്കുമ്പോ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ കിടക്കുന്ന അബൂബക്കറിലേക്ക് അത് ഷെയർ ചെയ്യുമ്പോ, അവിടുന്ന് ഉമറിലേക്ക് ഷെയർ ചെയ്യുമ്പോ, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെ ഖൽബിലേക്കും മദ്ഹ് കൊണ്ട് നമ്മൾ വൈറലായാൽ ഒരുപാട് പരിപാടികൾ കിട്ടും. അവസാനം ആഗ്രഹിക്കുന്ന പരിപാടി മഹാന്മാരെ മുന്നിലെത്തി ഹബീബായ തങ്ങളെ ചാരത്തിരുത്തി സ്വർഗീയ ലോകത്ത് വെച്ച് ഗംഭീര പരിപാടി നടക്കാറുണ്ട്. മുത്തുനബിയുടെ കല്യാണ തലേന്നൊരു ബുറുദ നടക്കാനുണ്ട്. മൗലൂദ് കി ഗഡി ഹേ ചലോ ആമിന കെ ഗൽ पर मौलूद की गड़ी है, चलो आमीना के घर पर ए गुल्द की बहारो सरकार आ गई है, ए गुल्द की बहारो सरकार आ गई है. ആശിഖീങ്ങൾ മുഴുവനും ആ ഹബീബായ തങ്ങളെ പുകഴ്ത്തി പാടിയതൊന്ന് വൈറലാകാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്.